ഈശോയായിട്ട് സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷത്തിലെ 2 അത്ഭുതങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒന്നാമതായിട്ടൊരു ഭരണാധികാരി വന്നിട്ട് ഈശോയോട് പറയുകയാണ്, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, നീ വന്ന് കൈകൾ വെച്ചാൽ, അവളുടെ മേൽ കൈകൾ വെച്ചാൽ അവൾ സുഖം പ്രാപിക്കുക, അല്ലെങ്കിൽ ജീവനിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ച് വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുന്ന രംഗവും നമ്മൾ വായിച്ചു കേട്ടു. ഈ 2 സംഭവത്തിലെയും കഥാപാത്രങ്ങളെ നമ്മളെടുത്ത് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് ഇവർക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാകും, അല്ലെ? സ്വന്തം മകള് മരിച്ചു കിടക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥ യാചിക്കാനായിട്ട് എത്തുന്ന ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ, ഈശോ ആ കാലഘട്ടത്തിൽ ഒരു 100 പേരെങ്കിലും മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് വരുന്നതിന് ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ അറിയാം, വളരെ ചുരുക്കം പേരെയെ ഈശോ ആ നാളുകളിൽ അങ്ങനെ ഈ മരണത്തിൽ നിന്ന് രക്ഷിച്ചതായിട്ട് അറിവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് സ്വന്തം മകള് മരിച്ചു കിടക്കുന്ന സമയത്ത് ഈശോയുടെ അടുത്ത് വന്നിട്ട് ഇയാൾ പറയുകയാണ്, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, നീ വന്ന കൈകൾ വെച്ചാൽ അവൾ ജീവനിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ വിശ്വാസത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടായിരിക്കും. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, 18 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അല്ലെ? എല്ലാ വൈദ്യന്മാരുടെ അടുത്തും പോയിട്ട് ഒരു സൗഖ്യം കിട്ടാത്ത ഒരു സ്ത്രീ അവൾ ഉള്ളിൽ വിചാരിക്കുകയാണ്, ഞാൻ ഈശോയെ സ്പർശിക്കുകയല്ല, മറിച്ച് അവന്റെ വസ്ത്രത്തിന്റെ ഒരു അറ്റത്തൊന്ന് തൊട്ടാൽ പോലും സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീ. ഈ 2 പേരുടെയും വിശ്വാസങ്ങൾ നമ്മളെടുത്തൊന്ന് പരിശോധിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രമേൽ ആഴമായ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം, ഇവരെ പോലെയുള്ള ആഴത്തിലുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.